എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ച നിർണായകമായ അറിയിപ്പുകൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ പലരുടെയും മൊബൈൽ ഫോണുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക സന്ദേശങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം 25-ാം തീയതി ബുധനാഴ്ച മുതൽ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങും. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ കൈപ്പറ്റുന്നവർക്കാണ് തുക ലഭിക്കുക. ഏകദേശം 2000 രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിനും അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി എത്തുന്നത്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയിട്ടുള്ള 26 ലക്ഷത്തോളം ആളുകൾക്ക് ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ തുക ക്രെഡിറ്റായി തുടങ്ങും. പെൻഷൻ വിതരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേന്ദ്ര വിഹിതത്തെക്കുറിച്ചാണ്. നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി ലഭിക്കേണ്ട 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതം ചിലപ്പോൾ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. ഇതിന് പരിഹാരമായി കേന്ദ്രത്തിൽ നിന്നുള്ള തുക വൈകിയാലും ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തടസ്സപ്പെടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ ഈ തുക മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. ഇതിനായി 24.21 കോടി രൂപയാണ് അധികമായി അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർക്കും കൃത്യസമയത്ത് തുക ലഭിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പുതിയതായി പെൻഷൻ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു വാർത്തയുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പരിധിയിലേക്ക് നാളെ മുതൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകിയാൽ ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ പെൻഷൻ അനുവദിച്ചു കിട്ടും. അർഹരായ ആളുകൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. പെൻഷൻ വിതരണത്തിനായി ആകെ 1050 കോടി രൂപയാണ് ധനമന്ത്രി KN ബാലഗോപാൽ അനുവദിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പെൻഷൻ വർധനവ് സംബന്ധിച്ച കൂടുതൽ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ അറിയിപ്പുകൾ അറിയാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനുമെന്നതാണ്.